എല്ലാവർക്കും അത് ബാധകമാണല്ലോ. ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ ഒരാൾക്ക് ഇങ്ങനെയൊരു കുഴപ്പമുണ്ട് എന്ന് അറിയാം. അറിയാതല്ല, അറിയാം. അറിഞ്ഞിട്ടും അയാളെ എൻകറേജ് ചെയ്യുന്നതിൻ്റെ ധാർമ്മികത എന്താണ് അതിൻ്റെ ലക്ഷ്യം? ഇതേ ആളുകൾ മറ്റു പല കാര്യങ്ങളിലും വിളക്കുന്നുണ്ടല്ലോ. പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ തർക്കം നടക്കുന്നു, എന്തെല്ലാം കേസുകൾ, എന്തെല്ലാം ഈഗോ, അതിലെല്ലാം വിലക്ക്, മൊറട്ടോറിയം ഒക്കെ ഉണ്ടല്ലോ. എന്താ ഇതിൽ മാത്രം മിണ്ടുന്നില്ല? അതിനേറെ ഇവരെല്ലാം ഇതിൽ കക്ഷികളാണെന്ന് സംശയിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അതിനെ നിശബ്ദമാക്കരുത്. അത് നിങ്ങൾക്ക് അതിന് മറുപടി പറയേണ്ടി വരും കേരളത്തോട്. കാരണം മലയാള സിനിമ ഇൻഡസ്ട്രി നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇന്ന് വളരെ പൊട്ടൻഷ്യലുള്ള ഒരു ഫിലിം ഇൻഡസ്ട്രിയായി ഇന്ന് രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലാണ്, വളരെ ഗുണകരമായ വളർച്ച. എമ്പുരാനെല്ലാം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നല്ല ഉദാഹരണങ്ങളാണ്. അപ്പോൾ ആ മാറ്റവും ആ വളർച്ചയ്ക്കും ആഘാതമുണ്ടാക്കുന്ന വിധം ഇത്തരത്തിൽ വരുന്നതിനെതിരെ ധീരമായ നിലപാടുകൾ ഉണ്ടാകണം. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഞാൻ ഞെട്ടിക്കുകയാണ്. വിൻസി ഈ പറയുന്നൊരു കാര്യം പറഞ്ഞു. ഇതിനു മുമ്പേ തന്നെ ഇൻഡസ്ട്രിയിൽ ഇത് അറിയാമായിരിക്കുമല്ലോ ഇങ്ങനെ ഉണ്ടായൊരു സംഭവം. ഒരാൾ പ്രതികരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പ്രതികരിക്കാൻ തയ്യാറാകണം. അതിലൊക്കെയാണ് ധീരത. ഇതിലൊക്കെ ഇടപെടാൻ വേണ്ടിയിട്ട് തയ്യാറായി മുൻപോട്ട് വരണമെന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്.